പശ്ചിമബംഗാളിൽ ആദ്യഘട്ട വോട്ടെടുപ്പ് നാളെ നടക്കാനിരിക്കെ ശക്തമായ നിയന്ത്രണങ്ങളുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടിയന്തര സാഹചര്യത്തിൽ ഒഴികെ രാത്രികാലങ്ങളിൽ ബൈക്ക് യാത്ര നിരോധിച്ചു. പിറകിൽ യാത്ര ചെയ്യുന്നതിനും പകൽ സമയം വിലക്കുണ്ട്. പ്രശ്നക്കാരെ കരുതൽ തടങ്കലിൽ വെക്കാനുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനത്തിൽ ഹൈക്കോടതി വിശദീകരണം തേടി. 2.5 ലക്ഷത്തിലധികം കേന്ദ്രസേനാംഗങ്ങളെ വിന്യസിച്ച് കനത്ത സുരക്ഷയിലാണ് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. അതോടൊപ്പമാണ് മദ്യത്തിനും ബൈക്കിനും നിയന്ത്രണം വന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശപ്രകാരം എക്സൈസ് വകുപ്പ് 96 മണിക്കൂർ മദ്യനിരോധനം നടപ്പാക്കി. തെരഞ്ഞെടുപ്പിന് 2 ദിവസം മുമ്പ് മുതൽ രാത്രികാലങ്ങളിൽ ബൈക്ക് യാത്ര നിരോധിച്ചു. ബൈക്കിന് പുറകിലിരുന്ന് സഞ്ചരിക്കുന്നതിന് പകലും നിയന്ത്രണമുണ്ട്. ബൈക്ക് റാലികൾ പൂർണ്ണമായി നിരോധിച്ചു. മുൻപെങ്ങുമില്ലാത്ത വിധമുള്ള സുരക്ഷാ വിന്യാസങ്ങളെ തൃണമൂൽ കോൺഗ്രസ് ചോദ്യം ചെയ്യുന്നു. പ്രശ്നക്കാരുടെ പട്ടിക തയ്യാറാക്കി കരുതൽ തടങ്കലിൽ വെക്കാനുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നീക്കത്തെ ഇന്ന് ഹൈക്കോടതിയും ചോദ്യം ചെയ്തു. പാർട്ടി പ്രവർത്തകരെ തടങ്കലാക്കാനുള്ള നീക്കമാണെന്ന് തൃണമൂൽ കോൺഗ്രസ് ആരോപിക്കുന്നു. 152 മണ്ഡലങ്ങളിലേക്കാണ് ആദ്യഘട്ട വോട്ടെടുപ്പ്. നന്ദിഗ്രാം അടക്കമുള്ള പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ നാളെ ജനവിധി എഴുതും. കൊൽക്കത്തയിൽ നിന്നും ശ്രീനാഥ് ചന്ദ്രൻ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.